സമൂഹത്തിൽ ആത്മീയത നിലനിർത്തണമെങ്കിൽ പള്ളി ദർസുകൾ അനിവാര്യമാണെന്നും പള്ളി ദർസുകൾ ആത്മീയ പ്രസരണ കേന്ദ്രമാണെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സുന്നി യുവജന സംഘം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പാണക്കാട് PMSA പുക്കോയ തങ്ങൾ അനുസ്മരണവും ജില്ലയിലെ മികച്ച മുദരിസിനുള്ള അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ മികച്ച മുദരിസായി തിരഞ്ഞെടുക്കപ്പെട്ട പാണമ്പ്ര മഹലിലെ മുഹമ്മദ് ബാക്കവി ഒഴുകൂരിനുള്ള അവാർഡ് ദാന സമർപ്പണവും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാക്കവിക്ക് ഇവിടെ നമ്മൾ ആദരിച്ചത് അദ്ദേഹത്തിൻ്റെ ദർസി രംഗത്തുള്ള കാര്യങ്ങളൊക്കെ മികവുകൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അവർ ദർസി രംഗത്ത് ഒരു ഉയർന്ന ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന മുദരിസുമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മുദരിസായിരുന്നു ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് മുസ്ലിയാർ. അവർ കുടുംബം തന്നെ പണ്ഡിതന്മാരുടെ ഒരു കുടുംബമാണ്. പൊന്മള ഫരീദ് മുസ്ലിയാരുടെ പിതാവ് ബഹുമാനപ്പെട്ട പൊന്മള മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ നവറല്ലാഹു മറാഖിലഹും അവരൊക്കെ വലിയ വലിയ മഹാന്മാരായി. അവരുടെ ആ ശിക്ഷണത്തിൽ വളർന്നു അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. അദ്ദേഹം ദർസിൽ സ്വീകരിച്ചതായ ചില സ്വഭാവ ഗുണങ്ങളും ചില പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു തീയതികളൊക്കെ ഉണ്ട്. ആ തീയതി അനുസരിച്ച് അവരെ വിദ്യാർത്ഥികളിലൊക്കെ ആ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി തീർത്തുകൊണ്ട് ദർസ് നടത്തുന്നതായ ഒരുപാട് മുദരിസന്മാർ ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് മുസ്ലിയാർ ഇഷന്മാരുണ്ട്. ഇവിടെ ഇരിക്കണ ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ ബഷീർ ഫൈവി ബാക്കവി അടക്കമുള്ളവർ, അങ്ങനത്തെ പിന്നെ മൂപ്പരുടെ ഇഷത്തിൽ നിന്ന് വളർന്ന മൂപ്പരുടെ ശിക്ഷണത്തിൽ വളർന്ന വലിയ വലിയ പണ്ഡിതന്മാരാണ്. അപ്പം ഈ ദർസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ചിലരൊക്കെ ദർസിനെ ഇപ്പോൾ ഉണ്ടല്ലോ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ മോശമാക്കി കാണുന്നത്. ദർസിയാവുന്ന വിദ്യാഭ്യാസം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുണ്ടാവണം. ഇൽമിനെ പഠിക്കേണ്ടത് ദർസിലുള്ളതായ സ്വഭാവത്തിലാണ്, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാവണം. നമ്മളിവിടെ സമന്വയ വിദ്യാഭ്യാസത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിരല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പല ഉസ്താദന്മാരും അവർ സമന്വയ വിദ്യാഭ്യാസം അവരെ ദർസുകളിൽ നൽകി. ഉദാഹരണമായിട്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. പറവണ്ണ മൊയ്തീൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസൊക്കെ ആദ്യം അത് ഉണ്ടാക്കിയതും ബഹുമാനപ്പെട്ടവരാണ്. അവരെ ദർസിന്റെ സ്വഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഭൗതികമായി മതരംഗത്ത് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ഉലൂമുകളൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പല ഉസ്താദന്മാരും കഴിഞ്ഞു പോയ പലരും ദർസ് അങ്ങനെ തന്നെയാണ്. സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി മുഹമ്മദ് ബാക്കവിക്കുള്ള പ്രശസ്തി പത്രം സമ്മാനിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ MA ചേളാരി പൊന്നാടയണിയിച്ചു. സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് CH തൊയ്യിബ് ഫൈസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് KKS തങ്ങൾ വെട്ടിച്ചിറ ആമുഖ ഭാഷണം നിർവഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്ദി അനുഗ്രഹ ഭാഷണം നിർവഹിച്ചു. അബ്ദുൽ ഗഫൂർ ഖാസിമി കുണ്ടൂർ അനുസ്മരണ ഭാഷണം നിർവഹിച്ചു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി U ഷാഫി ഹാജി ചെമ്മാട്, ബഷീർ ബാക്കവി പൊന്മള, NA അബ്ദുൽ ഖാദിർ, PK മുഹമ്മദ് ഹാജി, SYS ജില്ലാ സെക്രട്ടറി അബ്ദുറഹീം ചുഴലി, മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് അസഹരി, ജനറൽ സെക്രട്ടറി മുസ്തഫ ദാരിമി, AP അബ്ദുൽ വഹാബ്, AP ഇബ്രാഹിം മുഹമ്മദ്, പാണമ്പ്ര മഹൽ സെക്രട്ടറി ഡോക്ടർ PT അബൂബക്കർ, സ്വാഗത സംഘം കൺവീനർ നജീബ് ചേളാരി, TP ഹസൈൻ മാസ്റ്റർ, ഷാക്കിർ ഹുസൈൻ ദാരിമി, കാരാളി സുലൈമാൻ ബാക്കവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.